പിലിക്കോട് ചുരിക നാടൻ കലാ നാട്ടറിവ് പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ മൂന്നാമത് ചുരിക പുരസ്കാര വിതരണം ജനുവരി 18-ന് പുത്തിലോട്ട് വെച്ച് നടക്കും. KT ജലീൽ MLA അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പിലിക്കോട് ചുരിക നാടൻ കലാ നാട്ടറിവ് പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ മൂന്നാമത് ചുരിക പുരസ്കാര വിതരണവും ചുരികയുടെ 7ാം വാർഷികാഘോഷവും ജനുവരി 18-ന് പുത്തിലോട്ട് വെച്ച് നടക്കും. വൈകിട്ട് 5 മണിക്ക് മുൻ മന്ത്രിയും ചരിത്ര വിഭാഗം പ്രൊഫസറുമായ KT ജലീൽ MLA അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇത്തവണ മൂന്നാമത് ചുരിക പുരസ്കാരം ജനുവരി 18-ന് പുത്തിലോട്ട് വെച്ച് പ്രശസ്ത ചരിത്ര വിഭാഗം പ്രൊഫസറോടൊപ്പം തന്നെ മുൻ മന്ത്രിയുമായ KT ജലീൽ MLA അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ഉപഹാരം നൽകുകയും ചെയ്തത്. ചുരികയുടെ പരിപാടി പ്രാവശ്യം പുറത്തോട്ട് വെച്ച് നിർത്താൻ തീരുമാനപ്പെട്ടത്. അതിൻ്റെ ഉദ്ഘാടകൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ മുൻ മന്ത്രി KT ജലീലാണ്. അപ്പോൾ പരിപാടിയായി ബന്ധപ്പെട്ടുകൊണ്ട് ശരി 18-ാം തീയതി വൈകുന്നേരം ഒരു 6:30-ക്കാണ് പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നാട്ടുവാദ്യ വിഭാഗത്തിൽ വയനാട് പൂമല സ്വദേശി സുരേഷ് മാത്യു, നാടൻപാട്ട് വിഭാഗത്തിൽ തൃശൂർ കൊടകര സ്വദേശി ജിനി മനോജ്, സ്റ്റേജ് വിഷ്വൽ വിഭാഗത്തിൽ തൃശൂർ വേലൂർ സ്വദേശി ജിനീഷ് എന്നിവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. നാടൻ കലാരംഗത്ത് നൽകി വരുന്ന സംഭാവനകൾക്ക് ഇത് 3ാം തവണയാണ് ചുരിക അവാർഡ് നൽകി വരുന്നത്. 10,000 രൂപയും ശില്പവുമാണ് ചുരിക പുരസ്കാരം. ഇതിനു പുറമെ സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടിയ അമ്മിണി ചന്ദ്രാലയം, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് AV കുഞ്ഞിക്കണ്ണൻ പണിക്കർ, നാടൻ കലകളുടെ സോഷ്യൽ മീഡിയയിലെ പ്രചാരകൻ ബിബിൻ കാരേറ്റ് തിരുവനന്തപുരം എന്നിവരെയും ആദരിക്കും. കേരള ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PV ലവ്ലിൻ മുഖ്യാതിഥിയായിരിക്കും. CPIM ജില്ലാ കമ്മിറ്റി അംഗം E കുഞ്ഞിരാമൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, ഗ്രാമപഞ്ചായത്ത് അംഗം P അജിത, കൊടക്കാട് ബാങ്ക് പ്രസിഡന്റ് PP ചന്ദ്രൻ, ഉദയൻ കുണ്ടൻകുഴി, PC പ്രസന്ന ടീച്ചർ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് ഉത്തര കേരള തെരുവ് നാടക മത്സരവും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ E കൃഷ്ണൻ, ജനറൽ കൺവീനർ രവീന്ദ്രൻ പുത്തുലോട്ട്, പ്രസിഡന്റ് AV ലക്ഷ്മി, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ അഴകേശൻ തുരുത്തി, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ TK ഗംഗാധരൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിതിൻ ലാൽ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.